കുട്ടി കുറച്ച് ഇൻട്രോവേർട്ടാ, അതുകൊണ്ട് ഫേസ് കാണിക്കാതിരുന്നേ. അപ്പൊ ഇനി 4 കെട്ടിലെ വല്ല ചെക്കന്മാരുണ്ടെങ്കിൽ താഴെ കമന്റ് ഇട്ടോ. അപ്പോൾ വീട്ടിൽ കല്യാണാലോചനയായിട്ട് വരും. അപ്പൊ ഞങ്ങളുടെ ഈ പോക്ക് പാലൂർ പള്ളിക്ക് ഊട്ട് കഴിക്കാനാ. പോകുന്ന വഴിക്ക് അത്യാവശ്യം നന്നായിട്ട് ട്രാഫിക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പാലൂർ തോമസ്ലഹയുടെ പള്ളിക്ക് എത്തി. പള്ളിക്ക് എത്തിയപ്പോഴാണ് ട്രാഫിക്കിനകലും വലിയ ക്യൂ ആയിരുന്നു ഊട്ട് കഴിക്കാനായിട്ട്. മഴയുമില്ല വെയിലുമില്ല, എന്നാൽ മഴക്കാരും ഉണ്ട്. അങ്ങനത്തെ ഒരു അന്തരീക്ഷം ആയതുകൊണ്ട് ക്യൂ നിൽക്കാൻ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ ക്യൂ നിന്ന് ലാസ്റ്റ് നമുക്ക് ഊട്ട് കിട്ടി. നല്ല ചോറ്, സാമ്പാർ, ഉപ്പേരി, പപ്പടം, പുളിഞ്ചി, അതേപോലെ നല്ല പരിപ്പ് പായസമായിട്ട് അടിപൊളി ഊട്ടായിരുന്നു. അവനാദ്യം പായസം കുടിച്ചു. ഇവരെന്തോ സംസാരിച്ചിട്ടുണ്ട്, ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല. എൻ്റെ ഫോക്കസ് ഫുള്ള് ഊട്ടിലായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരാൾ പ്ലേറ്റിൽ 2 പായസം എടുത്തു. എന്താ ചെയ്യാല്ലേ. അങ്ങനെ ഊട്ട് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേർച്ചിടാൻ പോയി. അങ്ങനെ രൂപമൊക്കെ വണങ്ങി ഞങ്ങൾ നേർച്ചയ്ക്ക് ഇട്ടു. അങ്ങനെ അനിയത്തിക്ക് പിന്നെ സ്നേഹമുള്ളതുകൊണ്ട് അവൾ എനിക്ക് നേർച്ചയ്ക്ക് തന്നു. അതുകൊണ്ട് എനിക്ക് നേർച്ചയും കിട്ടി. അങ്ങനെ പിന്നെ തീർത്ഥക്കുളം കാണാൻ പോയി. അവിടെയാണ് മാമോയിസം വെക്കുന്ന സ്ഥലം. ആ സ്ഥലത്തിൻ്റെ കൂടുതൽ ഹിസ്റ്ററി നിങ്ങൾ നെറ്റിൽ നോക്കുക. വലിയ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ തിരിച്ച് യാത്രയായി. വരുന്ന വഴിക്ക് ചൂണ്ടലൊരു സ്ഥലത്ത് എന്തോ കുറച്ച് വ്യായാമം എക്സസൈസ് ഒക്കെ ചെയ്യാനായിട്ട് അവരിറങ്ങി. കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ അവസ്ഥയായിരുന്നു. എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ഫുഡി ടോം.